ഹലോ. അപ്പോൾ ഇന്ന് നമ്മുടെ തിരുവോണ ദിവസമാണ് കേട്ടോ. രാവിലെ തന്നെ ഒരു പൂക്കളമൊക്കെ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് പൂക്കളും കാര്യങ്ങളൊക്കെ പറിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് മുറ്റമൊക്കെ അടിച്ചിട്ട് നമ്മൾ വിളക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ. പൂ പറിക്കുന്ന സമയത്ത് നമ്മുടെ മയിൽ അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ പൂക്കളും കാര്യങ്ങളൊക്കെ നമ്മുടെ പരിസരത്ത് നിന്ന് തന്നെ പറിച്ച് വെച്ചിട്ട് ഞാൻ ഒരു ചെറിയ പൂക്കളം ഒരുക്കുകയാണ് കേട്ടോ. കുഞ്ഞാവയ്ക്ക് വേണ്ടിയിട്ട്. കുഞ്ഞാവയപ്പത്തേന് നല്ല ഉറക്കമാണ് കേട്ടോ. ഉറക്കം എഴുന്നേറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് അമ്പലത്തിലൊക്കെ പോകേണ്ടതുണ്ട്. അപ്പോൾ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ചേച്ചിപ്പെണ്ണൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് അമ്പലത്തിലോട്ടൊന്ന് പോയിട്ടുണ്ടായിരുന്നു. അമ്പലത്തിൽ പോയി തൊഴുത് അവിടെ വലിയ പൂക്കളമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അവിടെ ക്ലബ്ബിൽ ഓണാഘോഷ പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. തിമിർത്തോണം എന്നായിരുന്നു കേട്ടോ നമ്മുടെ ഓണാഘോഷ പരിപാടിയുടെ പേര്. അങ്ങനെ രാവിലെ മിഠായി പെറുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞാവ് മിഠായി പെറുക്കാൻ കൂടിയിട്ടുണ്ടായിരുന്നു. 10 കേട്ടോ കുഞ്ഞാവ് പെറുക്കുള്ളൂ. അത് കഴിഞ്ഞ് റൊട്ടിയടി മത്സരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതുങ്ങൾക്കൊന്നും വലിയ ചാട്ടവും കാര്യങ്ങളൊന്നും പറ്റില്ല, എങ്കിലും കൂടുമ്പോൾ അതൊരു രസമല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ കൂട്ടിയതാണ്. അങ്ങനെ കുറേ റിസ്ക് കാര്യങ്ങളൊക്കെ കഴിച്ചെങ്കിലും അത് ചാടി കഴിച്ചെടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ എല്ലാവരും 3/4 ഭാഗം കഴിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, എല്ലാവരും ആ ചരടയിൽ തന്നെ ഇട്ടിട്ട് കയ്യിലെടുത്ത് കടിച്ചു പിടിച്ചിട്ട് അങ്ങ് വിടുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ കഴിച്ച് ഒരുമാതിരി ആക്കി കഴിഞ്ഞ് ഉച്ചവരെ നല്ല പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയായപ്പോൾ എല്ലാവരും ഉണ്ണാനായിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വീട്ടിൽ വന്നിട്ട് കുഞ്ഞാവൊക്കെ ആദ്യമേ തന്നെ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനപ്പോഴത്തേനും ഫുഡ് കാര്യങ്ങളൊക്കെ ബാക്കി എന്ന് വെച്ചാൽ പായസം കൂടി നമുക്ക് ഉണ്ടാക്കാനുണ്ടായിരുന്നു. അത് ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ ഏറ്റവും അവസാനം ഞാനും ചേട്ടയും കൂടെ കഴിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് 2 പേർക്കും കുഞ്ഞാവ് വിളമ്പി തരുന്നതാണ് കേട്ടോ. ഇത് എല്ലാം ഇവിടെ എല്ലാം കൊണ്ട് വെക്കുന്നുണ്ടെങ്കിലും പുള്ളിക്കാരിക്ക് വിളമ്പാനൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഒരുവിധമൊക്കെ അറിയാവുന്ന പോലെയൊക്കെ തന്നെ വിളമ്പി തരികയാണ് കേട്ടോ. കുറച്ച് നേരം പുള്ളിക്കാരുടെ സന്തോഷമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊക്കെ ഒന്ന് ചെയ്ത് പറഞ്ഞു കൊടുക്കാനായിട്ട് അവിടെ വിളമ്പ് ഇവിടെ വിളമ്പെന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. അവസാനം നമ്മുടെ പാലട പായസം കൂടെ കഴിച്ചിട്ട് നമ്മൾ സദ്യ കഴിക്കലും പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ഓണാഘോഷ പരിപാടി വീണ്ടും തുടങ്ങിയപ്പോൾ നമ്മളത് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുപ്പിയിൽ വെള്ളം നിറയും പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ. വടംവലി മത്സരം കൂടെ കഴിഞ്ഞിട്ട് കൊച്ചു കുട്ടികളുടെ ഡാൻസും കലാപരിപാടികളൊക്കെ ആയിരുന്നു കേട്ടോ. സംഘങ്ങൾക്ക് വേണ്ടി ഈ ഗാനം സമർപ്പിക്കുന്നു. അപ്പോൾ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ കുഞ്ഞു കുട്ടികൾക്കും പ്രോത്സാഹന സമ്മാനം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ സത്യം പറഞ്ഞാൽ കൊടുത്തു വന്നപ്പോഴേക്കും ഒരുപാട് രാത്രി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ കുഞ്ഞാവയൊക്കെ നല്ല ഉറക്കമായതുകൊണ്ട് ചേട്ടായിയൊക്കെയാണ് കേട്ടോ സമ്മാനം മേടിച്ച്. രാവിലെയാണ് കേട്ടോ ആൾ സമ്മാനം എനിക്ക് കിട്ടിയ സമ്മാനം എന്ത് ചോദിച്ചു രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴാണ് കേട്ടോ ആ ഗ്ലാസ്സൊക്കെ കാണുന്നത്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഓണാഘോഷവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമ്മൾ എൻ്റെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ചെന്നപ്പോഴേക്ക് സ്പെഷ്യലായിട്ട് അന്ന് ഉണ്ടാക്കി വെച്ചത് പരിപ്പ് പായസമായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് പപ്പടവും അതുപോലെ തന്നെ പഴമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നീട് ഞാൻ ഈ അച്ചാർ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് മടുപ്പ് തോന്നുന്ന സമയത്ത് അച്ചാറും കൂടെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ പായസമൊക്കെ കുടിക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാനും ചേട്ടായും കൂടെ പ്ലേറ്റിൽ കുറച്ച് പായസം എടുത്ത് കഴിക്കുകയാണ്. ഞങ്ങൾ പായസം ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ട് ഞങ്ങൾ ആദ്യമേ അത് കഴിച്ചതിന് ശേഷമാണ് കേട്ടോ പിന്നെയാണ് കേട്ടോ ഞങ്ങൾ ഊണ് കഴിക്കാൻ പോയത്.
നമ്മളെല്ലാ വർഷവും തിരുവോണത്തിന് ചേട്ടായുടെ വീട്ടിലെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എൻ്റെ വീട്ടിലോട്ട് പോകാറാണ് കേട്ടോ പതിവ്. ഇത്തവണ നമ്മുടെ ഇവിടെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെയാണ് കേട്ടോ തിരുവോണം കൂടിയത്. പിറ്റേ ദിവസം അവിട്ടത്തിൻ്റെ അന്നാണ് കേട്ടോ നമ്മൾ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അന്നത്തെ ദിവസം അവിടെ തങ്ങിയതിന് ശേഷം പിറ്റേ ദിവസം നമ്മളിങ്ങനെ പോകുന്നു കേട്ടോ. കാരണം വീട്ടിൽ ചേച്ചിയും കൊച്ചും ഒക്കെ ഉണ്ടായിരുന്നു, അവർ വീട്ടിലുണ്ടായിരുന്നതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ തിരിച്ച് അപ്പം തന്നെ പോകുന്നത്. അങ്ങനെ ചേച്ചിയുടെ വകയായിട്ട് കുഞ്ഞാവയ്ക്ക് ഓണക്കോടി എടുക്കാൻ വേണ്ടി ചെന്നതാണ് കേട്ടോ. പക്ഷേ എടുത്തു വന്നപ്പോഴേക്കും ചേച്ചി ഞങ്ങൾക്ക് എല്ലാവർക്കും ഓണക്കോടിയൊക്കെ എടുത്തു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തിരിച്ച് നമ്മൾ കുറച്ച് സ്പെഷ്യലിനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ടാണ് കേട്ടോ പോരുന്നത്. അപ്പോൾ നാളെ എന്താണേലും ചേച്ചിയൊക്കെ തിരിച്ചു പോകും. അപ്പോൾ അതോടുകൂടി നമ്മുടെ ഈ വർഷത്തെ ഓണാഘോഷം ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്